ഹായ്, നമസ്കാരം. ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ശ്യാമയാണ്. ശ്യാമയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്യാമയോട് ചോദിച്ചറിയാം. ഹായ് ശ്യാമ. നമസ്കാരം. നമസ്കാരം. ഹാപ്പി ആണല്ലോ? ഹാപ്പി ആയിട്ടിരിക്കുന്നത്. ശരിക്കും നമ്മുടെ കമ്പനി എവിടെയാണ്? ശരിക്കും നമ്മുടെ ക്ലീനിങ് സർവീസ് അതാണ് നമ്മളുടെ ബിസിനസ് അല്ലേ? 4 വർഷമായി അല്ലേ? 4 വർഷം കഴിഞ്ഞോ അല്ലെങ്കിൽ 4 വർഷമായി? 4 വർഷം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ശ്യാമ, ഈ കമ്പനിയുടെ ഒരു പേര് എന്താണ്? മിസ്റ്റർ ഹൗസിംഗ്. മിസ്റ്റർ ഹൗസിംഗ്. അതെ. ഈ മിസ്റ്റർ ഹൗസിംഗ് എന്ന് പേരിടാൻ കാര്യം എന്താ? മിസ്റ്റർ ഹൗസിംഗ് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന സർവീസ് എന്ന് വെച്ചാൽ വീടുകളുടെയാണ്. അപ്പോൾ വീടുകളെല്ലാം പെർഫെക്റ്റ് ആയിട്ടിരിക്കുക, ഞങ്ങൾ ചെയ്യുന്ന വീടുകളെല്ലാം പെർഫെക്റ്റ് ആക്കുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് ഞങ്ങൾ മിസ്റ്റർ ഹൗസിംഗ് എന്നുള്ള പേര് സെലക്ട് ചെയ്തത്. ഇതാരാണ്? ഹസ്ബൻഡാണോ അല്ലെങ്കിൽ? ഹസ്ബൻഡാണ് സെലക്ട് ചെയ്തത്. ഞാനും ആ പേര് കേട്ടപ്പോൾ എനിക്കും അത് ഇഷ്ടമായി. പുള്ളിയുടെയാണ് ആ പേരിന്റെ സജഷൻ വന്നത്, പുള്ളിയുടെ ഭാഗത്തുനിന്നായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ ക്ലീനിങ് സർവീസാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് അല്ലേ? അത് മാത്രമേ ഉള്ളൂ നമ്മളുടെ മെയിൻ പാർട്ട് അതല്ലേ? നമ്മുടെ കമ്പനിയുടെ എന്താണ് മിസ്റ്റർ ഹൗസിംഗ്. മിസ്റ്റർ ഹൗസിങ്ങിൻ്റെ പ്രത്യേകതകളൊക്കെ എന്തൊക്കെയാണ്? നമ്മൾ മിസ്റ്റർ ഹൗസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപ്പ് ക്ലീനിങ് സർവീസാണ്. അത് ഓരോ വീടുകൾ അല്ലെങ്കിൽ ഓഫീസുകൾ ഡേർട്ടി ആയിട്ട് കിടക്കുന്ന സ്പേസുകൾ പെർഫെക്റ്റ് ആക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏക ലക്ഷ്യം. അതിനായിട്ട് നമ്മളിപ്പോൾ ഒരു വീട് ഒരു ദിവസം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തമായി പോയി നോക്കി അതിനകത്തുനിന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ട വർക്കുകൾ എന്ന് നോക്കി കോർണർ ടു കോർണർ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നതാണ് നമ്മളെ വർക്ക്. അപ്പം ഇതാണ് നമ്മളെ കമ്പനിയുടെ ഒരു പ്രത്യേകത അല്ലേ? ഇത് കൂടാതെ നമ്മൾ സർവീസിന്റെ ഒരു പ്രത്യേകത ഉണ്ടാവുമല്ലോ. എന്തൊക്കെ വീടുകളിൽ ഇപ്പം കോർണർ ടു കോർണർ എന്ന് പറഞ്ഞിരുന്നു. ഈ ഒരു കൺസെപ്റ്റിലേക്ക് എന്താണ് വരാനുള്ള വഴിത്തിരിവ് എന്താണ്? അതായത് ഞാൻ ആക്ച്വലി ബാങ്കിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. HDFCയുടെ ലോണിൻ്റെ സെക്ഷനിൽ ഉണ്ടായിരുന്നതാണ്. കോവിഡൊക്കെ ആയ സമയത്ത് നമ്മളുടെ ബിസിനസ്സൊക്കെ മൊത്തം താളം തെറ്റിയ സമയമായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ പ്രഷറും കാര്യങ്ങളും ടെൻഷൻസും കൂടുതൽ വന്നപ്പോൾ ബാങ്കിൽ നിന്ന് ഒത്തിരി പ്രഷറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ സമയത്ത് ഞങ്ങളൊരു സീനിയർ സെയിൽസ് ഓഫീസേഴ്സ് ആയിട്ട് 6 പേരുണ്ടായിരുന്നു. ഈ 6 പേരും നമ്മൾ വർക്ക് ശരിക്കും പറഞ്ഞാൽ വർക്കിലോട് കൂടി ശരിക്കും പറഞ്ഞാൽ പ്രഷർ ഭയങ്കരമായിട്ട്, അതായത് കോവിഡ് സിറ്റുവേഷൻ ഭയങ്കര മോശമാണ്. നമുക്ക് ആരിൽ ഒന്നും ചോദിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ്. റിക്കവറി ഒന്നും നമുക്ക് കിട്ടില്ല. അതെ അതെ. ആ സമയത്ത് നമുക്ക് എല്ലാ സമയത്തെയും പോലെ നോർമലി ടാർഗറ്റ് പോലെ ഒന്നും ഒരിക്കലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് നമുക്ക് പിന്നെ ടാർഗറ്റുകളൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവന്നു. കമ്പനി ഇങ്ങനെ പ്രഷർ വന്നപ്പോൾ ഞങ്ങൾ മെല്ലെ റിസൈൻ ചെയ്തു. അതെ, അങ്ങനെ ഞങ്ങൾ റിസൈൻ ചെയ്തിട്ട് പിന്നെ ഞാനിങ്ങനെ വീട്ടിൽ വെറുതെ ഇരിപ്പായി. അപ്പൊ നമ്മൾ അത്രയും ശീലമില്ല. നമുക്ക് എന്തെങ്കിലും ജോലി മസ്റ്റായിട്ടും വേണം. നമുക്ക് ഒരിക്കലും വെറുതെ ഇരിക്കുന്ന ഒരു വീട്ടമ്മ എന്നുള്ള കൺസെപ്റ്റിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം വെറുതെ ഇരിക്കുന്നവര് എന്റെ ഫ്രണ്ട്സും ഞാൻ അങ്ങനെ വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല. വീട്ടമ്മയായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും എൻഗേജ്ഡ് ആക്കുക എന്നുള്ളതാണ് ഞാൻ നോക്കാറ്. അതേപോലത്തെ ഫ്രണ്ട്സുകളാണ് അവരെയും നമ്മളെ പോലെ അതെ അതെ തീർച്ചയായിട്ടും. പിന്നെ നമ്മുടെ ബിസിനസിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. അതായത് ഇപ്പൊ ക്ലീനിങ് അത് എങ്ങനെയാണ്? നമ്മൾ കോൺട്രാക്ട് ബേസിലാണോ നമ്മൾ ചെയ്യുന്നത്? എങ്ങനെയൊക്കെയാണ്? നമ്മളിപ്പം ഒരു വീട് ചെയ്ത് കഴിയുമ്പം വീട് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളത് ഒരു 1 ഇയർ പാക്കേജ് ആയിട്ട് എടുക്കും. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് മാസത്തിലല്ല 3 മാസത്തിൽ ഒരിക്കലെങ്കിലും മസ്റ്റായിട്ടും വീട് ഡീപ്പ് ക്ലീൻ ചെയ്തിരിക്കണം. അതാണ് നമ്മുടെ കൺസെപ്റ്റ്. അതായത് വീട്ടിൽ നമ്മളിപ്പോൾ കാഴ്ചയിലേക്ക് നമ്മളെ വീട് നീറ്റ് ആയിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ സോഫാസ്, കട്ടില്, അങ്ങനെയുള്ള അലമാറ സൈഡുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ സൈഡിലൊക്കെ എങ്ങനെയായാലും ഫാനൊക്കെ യൂസ് ചെയ്യുന്ന വീടുകളിൽ എന്തായാലും പൊടി മൂലകളിൽ പോയിരിക്കും. അപ്പം മന്ത്ലി ഒന്നും നമ്മൾ ചെയ്യണമെന്നില്ല. പക്ഷെ 3 മന്ത്സ് കൂടുമ്പോൾ ടോയ്ലറ്റ് എല്ലാം നമ്മൾ ആസിഡ് വാഷ് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ 3 മന്ത്സ് കൂടുമ്പോഴെങ്കിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു അത്
അങ്ങനെ കീപ്പ് ചെയ്താൽ ഒരു 3 മാസം കഴിയുമ്പോൾ പിന്നെ ചെയ്താൽ മതി. അപ്പോൾ 3 monthsൽ വൺസ് എങ്കിലും നമ്മൾ ഡീപ്പ് ക്ലീനിങ് മസ്റ്റ് ആയിട്ട് ചെയ്യണം. അതായത് നമ്മൾ അല്ലാതെയുള്ള സംഭവങ്ങൾ ഡെയിലി റൊട്ടീൻ ചെയ്യണം. അത് നോർമലി, അതായത് കൂടുതൽ നമുക്ക് അത്രയും ഡീപ്പായിട്ട് ഡസ്റ്റ് ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അതെ. എന്നാൽ പോലും നമ്മളിപ്പോൾ ദിവസം ക്ലീൻ ചെയ്യുന്ന വീടാണെങ്കിൽ പോലും നമ്മളൊരു ഡീപ്പ് ക്ലീനിങ് ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടുത്തെ പൊടി നമ്മൾ തന്നെ കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കും. അവിടെ ഇത്രത്തോളം പൊടിയുണ്ട്, നമ്മൾ ആ പൊടിയെല്ലാം വാക്യൂം ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ കാണിച്ചു കൊടുക്കും. ഇത്രയും ചില കസ്റ്റമേഴ്സ് പറയും എൻ്റെ വീട് നല്ല ഭംഗിയായിട്ട് കിടക്കുന്നതാണ്, പ്രത്യേകിച്ച് പൊടിയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ പോലും അത് തോന്നിക്കില്ല. ഓരോന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അതാണ് ഞങ്ങൾ കോർണർ ടു കോർണർ എന്ന് പറയുന്നത്. അത് ശ്യാമ, വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മളിപ്പോ ചെയ്യുന്നത് ഓരോ സാധനങ്ങൾ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ അത് മാറ്റി അത് തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ അങ്ങനെയാണ് പൊടി എടുക്കുന്നത്. മറ്റേതല്ല, ആ സൈഡിൽ ഇപ്പൊ മറിഞ്ഞ് വീഴുവോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പേടിയിലാണ് നമ്മൾ മറ്റൊരു ആ ഷോക്കേസിൽ വെക്കുന്ന ആ സാധനങ്ങൾ അധികം അനക്കില്ല. പിന്നെ മേളിലേക്കും ഉയരത്തിലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ എത്താൻ ബുദ്ധിമുട്ട്. പിന്നെ മെയിൻലി നമ്മൾ എന്നും യൂസ് ചെയ്യുന്ന സ്ഥലം കിച്ചൺ നമ്മൾ എപ്പോഴും നീറ്റാക്കി വെക്കണം എന്നാണ്. അപ്പോൾ കിച്ചണിനകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്നത് കിച്ചണിലെ എല്ലാ കബോർഡ്സും തുറക്കും. എല്ലാ കബോർഡ്സും തുറന്ന് അതിനകത്തുള്ള സകല സാധനങ്ങൾ നമ്മൾ പുറത്തേക്ക് ഇടും. എന്നിട്ട് കിച്ചൺ കബോർഡ്സ് എല്ലാം ക്ലീൻ ചെയ്യും. എന്നതിന് ശേഷം ഇതെല്ലാം തുടച്ച് ക്ലീൻ ചെയ്തിട്ട് വെക്കും. അപ്പോൾ ഫ്രഷായി. അത് 3 months എന്തായാലും കസ്റ്റമറിന് കീപ്പ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. അത് കഴിയുമ്പോഴത്തേക്കാണ് അതൊക്കെ ഡിസോർഡർ ആയി അതിനകത്തൊക്കെ പൊടിയും അഴുക്കൊക്കെ വന്നു തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഒരു ഡീപ്പ് ക്ലീനിങ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം സേഫ്റ്റിയുടെ കാര്യത്തിൽ ശ്യാമ ഭയങ്കര ഒരു പെർഫെക്റ്റാണ്. അതെങ്കിൽ നമ്മളൊരാള് ചാവി തരുന്നത് ശ്യാമയുടെ ഉത്തരവാദിത്തത്തിലാണ് അല്ലേ? തീർച്ചയായിട്ടും. അവിടെ എന്ത് സാധനം നമ്മൾ കാണാതെ വന്നാൽ അതിന്റെ എല്ലാം ഉത്തരവാദിത്തം ശ്യാമക്കാണ് അല്ലേ? ശ്യാമക്ക് മാത്രമല്ല, നമ്മുടെ കമ്പനിക്ക് ബാധിക്കും. തീർച്ചയായിട്ടും. അത് റിസ്കി ജോബ് അല്ലേ? ഒരിക്കലല്ല. കാരണം നമ്മൾ കൊണ്ടുപോകുന്ന സ്റ്റാഫ്, നമ്മളെ അടുത്ത് ഇപ്പോൾ ഉള്ള സ്റ്റാഫ് മലയാളീസാണ്. നമ്മൾ അവരുടെ അടുത്ത് നിന്ന് നമ്മൾ വേണ്ട പേപ്പേഴ്സും ഡോക്യുമെൻറ്റ്സും എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ട് 4 വർഷത്തോളമായി നമ്മൾ ഈ കമ്പനി റൺ ചെയ്ത് പോകണം. ഇന്ന് വരെ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല. നമ്മൾ ചില കസ്റ്റമേഴ്സിൻ്റെ വീട്ടിൽ ചെന്ന രസമാണ്. കാരണം അവരുടെ പോയ സാധനങ്ങൾ നമ്മൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈവൻ ഗോൾഡ് വരെ. അതായത് ഇപ്പോൾ ഡ്രോയറിൻ്റെ അടിയിലൂടെയൊക്കെ താഴേക്ക് വീണ് പോയിട്ട് ഒരു കസ്റ്റമറെ വീട്ടിൽ ചെന്ന് അടിയിൽ വീണ് പോയി. അത് കസ്റ്റമറുടെ അമ്മയായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അമ്മ പെട്ടെന്ന് മരണപ്പെട്ടു. അപ്പോൾ ഇത് എവിടെ പോയി എന്നുള്ളത് ഇവർക്ക് അറിയില്ല. ആ സാധനം നമ്മൾ ഡ്രോയർ തുറന്ന് നമ്മൾ താഴ്ന്ന് ക്ലീൻ ചെയ്ത് വന്നപ്പോൾ ഇത് പേരെഴുതിയത് കണ്ടപ്പോൾ സ്റ്റാഫിന് മനസ്സിലായി ഇത് ഗോൾഡ് ആണോ എന്നൊരു സംശയം തോന്നി. അവരപ്പം തന്നെ ഇൻഫോം ചെയ്തു. ഞാൻ കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞു അവരുടെ എത്രയോ വർഷം മുന്നേ മിസ്സായി പോയതായിരുന്നു. തീർച്ചയായിട്ടും. പിന്നെ അവര് പറയാം അത് എവിടെ പോയി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അമ്മ ഇട്ടിരുന്നതാണ്, അമ്മ മരിച്ചുപോയി, അമ്മ എവിടെ അഴിച്ചു വെച്ചു എന്നുള്ളത് ആർക്കും അറിയില്ല. അമ്മ കുളിക്കാൻ എന്തോ പോയപ്പോൾ അഴിച്ചു വെച്ചിട്ട് പോയതാണ്. എന്തോ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഈ 4 വർഷത്തെ ഒരു ബിസിനസിന്റെ ഇടയ്ക്ക് പല കസ്റ്റമേഴ്സിന്റെ ഇതേപോലത്തെ നല്ല അല്ലേ ഫീഡ്ബാക്ക്. അതെ, അതുകൊണ്ടാണ് നമുക്കിപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൂടുതലും എൻക്വയറീസ് വരുന്നതും ഒരു കസ്റ്റമർ ടു കസ്റ്റമർ പറഞ്ഞിട്ട് ഒത്തിരി റെഫറൻസിലുള്ള കേസുകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ശ്യാമ ഇപ്പോ സംസാരിക്കുമ്പോൾ തന്നെ ആ മുഖത്ത് അറിയാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹാപ്പിനെസ് അല്ലേ? അല്ല, നമ്മൾ ആ ഒരു വർക്കിനോടുള്ള ആ ഒരു എന്താ പറയാ ആ ഒരു ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ വേറെ എന്തൊക്കെയാണ് നമ്മുടെ സർവീസൊക്കെ? നമ്മുടെ സർവീസിൽ വേറെ വരുന്നത് നമ്മൾ കീ മാനേജ്മെന്റ് വരുന്നുണ്ട്. അതെന്താണ് കീ മാനേജ്മെന്റ്? കീ മാനേജ്മെന്റ് വെച്ചാൽ നമ്മളൊരു പൂട്ടിയിട്ട് പോകുന്ന വീടുകൾ നമ്മളെ കയ്യിലായിരിക്കും അതിന്റെ കീ. ഞങ്ങളായിരിക്കും ആ കീ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഞങ്ങളായിരിക്കും ആ ഓണർ നമ്മളെ കയ്യിൽ ധൈര്യത്തോടു കൂടി കീ തന്നു പോകും. ഞങ്ങളായിരിക്കും ആ കീ മാനേജ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതാണ് കീ മാനേജ്മെന്റ് എന്ന് പറഞ്ഞത്. അതിനകത്ത് ഇപ്പോൾ ആ വീടിൻ്റെ പുറം സൈഡിലുള്ള പുല്ല് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറിച്ച് ക്ലീൻ ചെയ്യുക. ആ വീട് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. വീക്കിലി വൺസ് നമ്മൾ പോവും, വിൻഡോസ് എല്ലാം ഓപ്പൺ ചെയ്യും. അതിനകത്ത് ഇപ്പോൾ ഫ്രിഡ്ജുള്ള വീടാണെങ്കിൽ ഫ്രിഡ്ജ്, AC എല്ലാ മിഷനറീസും നമ്മളൊന്ന് ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് ഈ മിഷനറീസ് ഒക്കെ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കംപ്ലൈൻറ്റുകൾ. അപ്പോൾ അതൊക്കെ ഒന്ന് ആക്റ്റീവാക്കി സ്റ്റാഫ് ചെന്ന് ക്ലീൻ ചെയ്ത് പെർഫെക്റ്റ് ആക്കി അതിനകത്ത് വീക്കിലി വൺസ് പോയി ക്ലീൻ ചെയ്ത് പെർഫെക്റ്റ് ആക്കി അതൊരു ഇയർലി പാക്കേജ് ആയിട്ട് നമ്മൾ ചെയ്തു.
അപ്പം പൂട്ടിയിട്ട് പോകുന്ന വീടുകൾ പോയിരിക്കുന്നവർക്ക് സേഫായിട്ട് അവിടെ ഇരിക്കാം. വീട് ഞങ്ങളുടെ കയ്യിലായിരിക്കും. പിന്നെ വേറെന്താ സർവീസ് ഉള്ളത്? പിന്നെ അതിനകത്ത് വരുന്നത് തന്നെ ഇപ്പോൾ വയ്യാതെ ഇരിക്കുന്ന ആൾക്കാരുള്ള വീടുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള വീടുകളിലും നമ്മൾ ഇതുപോലെ തന്നെ വീക്ക്ലി വൺസ് ചെന്നിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. അത് നമ്മൾ ആളുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ പറ്റും. അത് നോർമലി ക്ലീനിങ് ആണ് വരുന്നത്, ഡീപ്പ് ക്ലീനിങ്ങിനകത്തേക്കല്ല പോകുന്നത്. പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഡീപ്പ് ക്ലീനിങ് ആണ് വരുന്നത്. അത് ഇപ്പോൾ ഒരു വീട് പോയി ഞങ്ങൾ കാണും, കണ്ടു കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്ത ഏത് ദിവസമാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡേറ്റ് നോക്കി ആ ഡേറ്റിന് ഞങ്ങൾ പോയി മോർണിംഗിൽ ഒരു 9:30 സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം 1000 സ്ക്വയർ ഫീറ്റ് വീടൊക്കെ ആണെങ്കിൽ ഒരു 5 സ്റ്റാഫ് ഉണ്ടായിരിക്കും. അവർ നിന്ന് കോർണർ ടു കോർണർ എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ച് AC, ഫാൻ, ലൈറ്റ്, സ്വിച്ചുകൾ, ടോയ്ലറ്റിലെ സാധനങ്ങൾ, നമ്മുടെ എന്താണ് ബെഡ്റൂമിലെ കിച്ചൺ കബോർഡുകൾ, അങ്ങനെയുള്ള എല്ലായിടത്തും A to Z അവരെ കൈയെത്തി എല്ലാം ക്ലീൻ ചെയ്ത് നീറ്റാക്കി, മറ്റേ ആസിഡ് വാഷ് ചെയ്യേണ്ട ടോയ്ലറ്റ് ആണെങ്കിൽ അതെല്ലാം ആസിഡ് വാഷ് ചെയ്ത് ഒക്കെ പെർഫെക്റ്റ് ആക്കി ഒരു 6:30 ഒക്കെ ആകുമ്പോഴത്തേക്കും അതെ അതിനുള്ള മിഷറീസ് എല്ലാം നമ്മൾ കൊണ്ടുപോകും. അപ്പോൾ ഈ കാണുന്ന പ്രേക്ഷകർക്ക് എന്തൊക്കെ സർവീസുകളൊക്കെയാണെന്നുള്ളത് ഒന്ന് പ്രേക്ഷകർക്കൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? നമുക്ക് മെയിൻലി വരുന്നത് നമ്മൾ ഡീപ്പ് ക്ലീനിങ് സർവീസ്, അതുപോലെ തന്നെ കീ മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, നോർമൽ ക്ലീനിങ് വരുന്നുണ്ട്. ഇത്രയാണ് നമ്മൾ ക്ലീനിങ് സർവീസിനകത്ത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ കീ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ കസ്റ്റമർ ഇപ്പോൾ ഇവിടെ ഇല്ലാത്ത കസ്റ്റമേഴ്സിൻ്റെ വീടാണെങ്കിൽ അവരുടെ വീട് ക്ലീനിങ് മാത്രമല്ല, അവരുടെ ഇനി എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ്, KSEB ബില്ല്, അതുപോലെ ലാൻഡ് ടാക്സ്, ബിൽഡിംഗ് ടാക്സ്, അങ്ങനെ അതൊക്കെ അടയ്ക്കേണ്ട ഡേറ്റുകളാകുമ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് ഞങ്ങൾ എന്നാ സമയമാകുമ്പോൾ കസ്റ്റമറെ വിളിച്ച് റിമൈൻഡ് ചെയ്ത് നമ്മളത് അടയ്ക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. പുറത്തുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിലും അവരുടെ വീട് എപ്പോഴും ഇവിടെ സേഫായിരിക്കും, ഞങ്ങളുടെ കയ്യിൽ സേഫായിരിക്കും. അതാണ് കീ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർണർ ടു കോർണർ എല്ലാം പൊടിയെടുത്ത് വരുന്നത്. പിന്നെ നമ്മൾ വീക്ക്ലി വൺസ്, ഇപ്പോൾ പാരൻസ് മാത്രമേ ഇവിടെ ഉള്ളൂ, പുറത്താണ് മക്കളെല്ലാം പുറത്തുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് എമർജൻസി ആയിട്ട് എന്തെങ്കിലും അത്യാവശ്യം ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്ത് വീക്ക്ലി വൺസ് ക്ലീനിങ്ങും അതുപോലെ അവരെ ഒരു ടേക്ക് കെയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യം കൂടി നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചു. അതുകൂടാതെ തന്നെ നമ്മളിപ്പം പുറത്ത് പുറം രാജ്യങ്ങളിലേക്ക് താമസിക്കുന്നവർക്കും ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ നല്ലൊരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു സാഹചര്യം അല്ലേ? അവർക്ക് ഇടയ്ക്ക് വന്ന് ലീവിന് വന്നിട്ടോ അല്ലെങ്കിൽ അവിടുന്ന് ജോബ് കളഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് അങ്ങനെ ഒരു ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതായത് ശ്യാമനെ ഏൽപ്പിച്ചാൽ മതി, അതാണ് നമ്മുടെ കമ്പനിയുടെ ഒരു ക്വാളിറ്റി അല്ലേ? പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ക്ലീനിങ് സെക്ഷൻ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. നമ്മൾ എത്ര ഏരിയ വരെ നമ്മൾ ഇത് കവറേജ് പോകുന്നുണ്ട്? നമുക്കിപ്പോ 3000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് വരെ ഒരു ദിവസം ചെയ്ത് പോകാം. അതല്ല 6000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടൊക്കെ ആണെങ്കിൽ നമുക്ക് 2 ദിവസത്തെ വർക്ക് വരും. അപ്പം നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ശ്യാമിനെ കോണ്ടാക്ട് ചെയ്താൽ മതി. 24/7 ആണ്. അതെ അല്ലേ? ആക്റ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഏത് ഡിസ്ട്രിക്ട് വരെ പോകും? നമ്മളിപ്പോ കേരളത്തിലെ എല്ലായിടത്തും പോവില്ല, എന്നാലും നമ്മൾ പോകും. അല്ല, കേരളത്തിൽ നമ്മൾ ഓൾ കേരള ആക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പം നമ്മളിപ്പോൾ പോകുന്നത്. നമ്മൾ എറണാകുളം ഡിസ്ട്രിക്ട്, തൃശ്ശൂർ ഡിസ്ട്രിക്ട്, ആലപ്പുഴ, കോട്ടയം, മൂവാറ്റുപുഴ ആ ഭാഗങ്ങളൊക്കെ നമ്മൾ പോകുന്നുണ്ട്. ആലപ്പുഴ വരെ എത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മളെ തൃശ്ശൂർ, ചാലക്കുടി ആ ഭാഗങ്ങളെല്ലാം നമ്മളിപ്പോൾ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ എരിഞ്ഞാലക്കുട ആ ഭാഗം പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ എറണാകുളം, ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, അരൂര് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ കേരളം മൊത്തം അത്യാവശ്യം നമ്മൾ ഈ ഒരു എറണാകുളത്തിന്റെ ചുറ്റും നിൽക്കുന്ന എല്ലാ ജില്ലകളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ശ്യാമ, ഏതൊരു സ്ഥാപനത്തിന്റെ മെയിൻ പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാഫാണ് അല്ലേ? അതെ. എത്രത്തോളമാണ് സ്റ്റാഫിന്റെ സപ്പോർട്ട്? സ്റ്റാഫിന് വേണ്ടിയിട്ട് നമ്മളും അവരെ ഞാനൊരു സ്റ്റാഫായിട്ട് ഇന്നവരെ കണ്ടിട്ടില്ല. ഞാൻ നല്ല ഫ്രണ്ട്ലിയാണ്. ഇപ്പോൾ കുറച്ച് നേരത്തെ വരെ എൻ്റെ അടുത്ത് ഇവിടെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ എന്താവശ്യം ഉണ്ടെങ്കിലും എപ്പോൾ വിളിച്ചാലും നമ്മളുടെ അടുത്ത്, ഇനിയിപ്പോൾ വർക്ക് കൂടുതലുണ്ടെങ്കിലോ ഇച്ചിരി നേരം കൂടുതൽ നിൽക്കണമെങ്കിലും ഒരു ഇഷ്യൂ ഇല്ല, സ്റ്റാഫിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. അതായത് നമ്മൾ
ഒരു തൊഴിലാളി മുതലാളി എന്നുള്ള ഒരു രീതിയിലല്ല പോകുന്നത് അല്ലേ? ഇല്ല, ഞങ്ങൾ മാക്സിമം ഞാൻ ലേഡീസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. കാരണം സ്ത്രീകള് ഇങ്ങനെയുള്ള വർക്കുകളിലേക്ക് വരണം, അവർ വീട്ടിൽ വെറുതെ ഇരിക്കരുത്. ആ ഒരു കൺസെപ്റ്റാണ് എനിക്ക്. എന്നെ കൊണ്ട് പറ്റാവുന്ന അത്രയും സ്ത്രീകൾക്ക് ഞാൻ ജോലി കൊടുക്കണം. അതാണ് ഇത്. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ആർക്ക് വേണമെങ്കിലും ശ്യാമന അല്ലേ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്താൽ മതി. ജോലിയുടെ കാര്യത്തിൽ ഒരു പേടിമേടി അല്ലേ? ഒരു ബുദ്ധിമുട്ടില്ല. അപ്പം അതൊരു നല്ലൊരു എന്താ പറയാ ഓപ്ഷനാണ് അതെ വെച്ചിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അപ്പം അത് അല്ല, എല്ലാവർക്കും ഇതൊരു ജോലിയാകട്ടെ ശരിക്കും അല്ലേ? നമ്മൾക്ക് എന്താ പറയാ ഒരു കുടുംബം കഴിയാൻ ഇപ്പൊ തീർച്ചയായിട്ടും ഒത്തിരി കഷ്ടപ്പെടുന്ന അമ്മമാരുണ്ട്. അതെ, ജോലി കിട്ടാതെ ഇപ്പൊ ഇത്രയും ടൈം വരും, അതായത് 24/7 പണിയില്ല അല്ലേ? അതെ, പണിയില്ല. അവർക്ക് ഇപ്പൊ വർക്ക് കഴിയുന്നതിനനുസരിച്ച് നേരത്തെ പോവാം. ഇപ്പൊ നമ്മളെ ക്ലീനിങ് ചില വീടുകളൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പോവാം. ഇപ്പൊ ഞങ്ങള് ഇപ്പൊ എടുത്ത സ്റ്റാഫിന് ഇപ്പൊ ലേഡീസ് ആണെങ്കിൽ ഞങ്ങൾ അവരെ ഇപ്പൊ ലേറ്റ് ആവുകയാണെങ്കിൽ ഞങ്ങൾ അവരെ വീട്ടിൽ കൊണ്ടെത്തിച്ചു കൊടുക്കും. എന്നിട്ടേ ഞങ്ങൾ പോരുള്ളൂ, എന്നിട്ടേ ഞാൻ വന്ന് കിടക്കുള്ളൂ. രാത്രി ചിലപ്പം അവര് എത്തിയിട്ടില്ലെങ്കിൽ അതുവരെ ഞാൻ കോളിലായിരിക്കും. അല്ല, നമ്മളുടെ സേഫ്റ്റി ആണല്ലോ അത്, നമ്മുടെ കമ്പനിയുടെ ഒരു സേഫ്റ്റി കൂടിയാണല്ലോ അത് അല്ലേ? അതുകൊണ്ട് സ്റ്റാഫിന് ഇപ്പൊ വേറെ ആരും എന്ത് പറഞ്ഞാലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ അതിനകത്ത് ഒരു ഇതില്ല. അതുപോലെ തന്നെ ശ്യാമ 4 വർഷമായെന്ന് പറഞ്ഞല്ലേ, ഈ 4 വർഷത്തെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ എത്രത്തോളമാണ് കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ? ഞങ്ങളെ മിക്ക വർക്കുകളും നമുക്ക് കിട്ടുന്നത് കസ്റ്റമേഴ്സ് ത്രൂ ആണ്. ഓരോ കസ്റ്റമേഴ്സ് റെഫർ ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് വർക്ക് കിട്ടുന്നത്. ഞങ്ങളിപ്പോൾ എറണാകുളത്ത് നമ്മളെ സെലിബ്രിറ്റീസിന്റെ വീടുകളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് അമ്മ താരസംഘടനയുടെ ഓഫീസ്, അതിനകത്ത് ഉള്ള മെമ്പേഴ്സ് തസ്നി മാം, നിഷ സാരംഗ്, ബീന ആന്റണി, അങ്ങനെയുള്ള ഒരുവിധം അത്യാവശ്യം സെലിബ്രിറ്റീസിന്റെ ഒക്കെ വീടുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. അവർ ത്രൂ തന്നെ ഒത്തിരി റെഫറൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ മെയിൻലി ഇപ്പൊ പറഞ്ഞ പോലെ അവരുടെ വിശ്വാസം, അവരുടെ വീട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അവർക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. കാരണം അവരാരും നമ്മളെ വീട്ടിലുണ്ടാവില്ല, എല്ലാവരും ബിസി ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, വർക്ക് ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ അവരാരും ഇല്ലെങ്കിലും ഞങ്ങൾ ആ വീട് നമ്മളെ കയ്യിൽ തന്നാൽ സേഫ് ആയിരിക്കും. ഇപ്പം 4 വർഷത്തോളമൊക്കെ ആയി നിഷ സാരംഗിൻ്റെ ഒക്കെ വീട് നമ്മളാണ് ചെയ്യുന്നത്. ഇപ്പം ഈ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്, ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? ഫ്യൂച്ചറിലേക്ക് നമ്മൾ ഓൾ കേരള ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഓൾ കേരള, മിസ്റ്റർ ഹൗസിംഗിന്റെ ഓൾ കേരള എല്ലായിടത്തും. അത് നമ്മളെ കമ്പനി ആയിട്ട് തന്നെ ഫോം ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാലിക്കറ്റിലാണ് ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ തൊഴിലവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. മെയിലാണ്, മെയിൽസിനാണ് എങ്കിലും ഫീമെയിൽസിനാണ് ഇച്ചിരി മുൻഗണന ഞാൻ കൂടുതൽ കൊടുക്കുന്നത്. അതിനകത്ത് ഒന്നും വിചാരിക്കില്ല. അല്ല, വെറുതെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ ഇറങ്ങി വരട്ടെ. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സ്ത്രീകൾക്കൊക്കെ മന്ത്ലി സാലറി കൊടുക്കാനുള്ള ആ ഒരു കാഴ്ചപ്പാടിലേക്ക് എനിക്ക് എത്തണം. ഞാൻ ഒരു സമയത്ത് സാലറി മേടിച്ചിരുന്ന ഒരു വ്യക്തിയാണ്, ഇപ്പൊ ഞാൻ സാലറി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ല, അതൊരു ക്വാളിറ്റിയാണ് അല്ലേ? അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്യാമയുടെ ദൈവത്തിനോട് നന്ദി പറയാം അല്ലേ? പിന്നെ അതുകൂടാതെ നമ്മുടെ കാരണന്മാരുടെ ഒരു പ്രാർത്ഥന കൂടെ ഉണ്ട്. അതെ, അതൊരു വലിയൊരു കാര്യമാണ്. അതെ. അപ്പോൾ എനിക്ക് ഇപ്പൊ കൊടുക്കുന്ന ആൾക്കാരല്ല, ഇനിയും ഒത്തിരി ഓൾ കേരള ആയി കഴിഞ്ഞാൽ ഒത്തിരി സ്റ്റാഫിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയും സ്റ്റാഫിൽ കൂടുതൽ സ്ത്രീകൾക്ക് ഞങ്ങൾ ജോലി കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഓരോ ബ്രാഞ്ച് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി കപ്പാസിറ്റി ഉള്ളവരാണെങ്കിൽ ഞങ്ങൾ ധൈര്യമായിട്ട് ആ ബ്രാഞ്ച് അവരുടെ അണ്ടറിലേക്ക് കൊടുത്ത് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവസരങ്ങളുണ്ട്. എല്ലാവർക്കും അവസരങ്ങളുണ്ട്. എന്നെ ഡയറക്റ്റ് വിളിക്കാം, എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ ഹെൽപ്പും ഞാൻ ചെയ്തു തരും. നമ്മളൊരു ബിസിനസ്സുകാരന് വേണ്ട ക്വാളിറ്റി എന്താണ്? ഒരു ബിസിനസ്സുകാരനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ സത്യസന്ധത വേണം, ജെന്യുവിൻ ആയിരിക്കണം. ഒരു ബിസിനസ്സിൽ, നമ്മുടെ ബിസിനസ്സിൽ നമ്മളെപ്പോഴും സിൻസിയർ ആയിരിക്കണം, ഡെഡിക്കേറ്റഡ് ആയിരിക്കണം.
അതാണ് മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ക്വാളിറ്റി. കാരണം ഒത്തിരി വലിയ വലിയ ബിസിനസ്സുകാരും ഒത്തിരി വലിയ ബിസിനസ് ചെയ്യുന്നവരൊക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. ഞാൻ വളരെ ചെറിയതാണ്, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം അനുഭവം വെച്ചിട്ടാണ് പറയുന്നത്. അതെ, ജെനുവിൻ ആയിരിക്കണം. നമ്മൾ എന്ത് ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണെങ്കിലും നമ്മൾ അതിനകത്തൊരു ഫേക്കും ചെയ്യരുത്. നമ്മൾ ജെനുവിൻ ആയിട്ട് പോയാൽ തമ്പുരാൻ നമ്മളെ കൂടെ ഉണ്ടാവും. അതെ, അത് കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടാവും. പല സ്റ്റാഫിന്റെ അടുത്ത് നമ്മൾ ജെനുവിൻ ആയിട്ട് നമ്മൾ കുറച്ച് ക്യാഷും കുറച്ച് ഷോയും കാണിച്ചിട്ട് കാര്യമില്ല അല്ലേ. നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ, അത് സർവീസ് ആണെങ്കിലും കൊടുക്കുന്ന ഫുഡ് ആണെങ്കിലും എന്തായിക്കോട്ടെ, അത് ചെയ്യുന്നത് ക്വാളിറ്റി ആയിരിക്കണം അല്ലേ. എല്ലാവരും ബിസിനസ്സാണ് ചെയ്യുന്നത്, പക്ഷെ അത് ചെയ്യുന്ന കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന ലിക്വിഡ്സ് പോലും ഞങ്ങൾ പറയുന്നുണ്ട് ഇന്ന ലിക്വിഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആ ലിക്വിഡ്സ് തന്നെ നമ്മൾ കൊണ്ടുപോകുക. അതിനകത്തുനിന്ന് ഇപ്പോൾ കുറച്ച് വേറെ മിക്സ് ചെയ്യുക, അങ്ങനത്തെ ഒന്നും നമ്മൾ അതിനകത്ത് ജെനുവിൻ ആയിരിക്കണം. അതിനകത്തൊന്നും കള്ളത്തരം ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഫുഡിൽ മാത്രമല്ല, ഏത് വർക്കിൻ്റെ സെക്ഷൻ എടുത്താലും നമ്മൾ അതിൽ. അതുപോലെ ഞാൻ സ്റ്റാഫിൻ്റെ അടുത്തും പറയണം, എന്താ ഞാനോ അല്ലെങ്കിൽ നമ്മൾ ലീഡ് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ ഫുൾ ടൈം അവിടെ ഉണ്ടാവില്ല. നിങ്ങൾ ചെയ്യുന്ന വർക്ക് നിങ്ങൾ ജെനുവിൻ ആയിട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. നമ്മൾ ജെനുവിറ്റി കീപ്പ് ചെയ്താൽ മാത്രം മതി. ഈ 4 വർഷം കൊണ്ട് ശ്യാമ ഇത്രയും കാര്യങ്ങള് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഗ്രോത്ത് കൂടെ ഉള്ളൂ. ശ്യാമ അല്ല, ശ്യാമിന്റെ ആ ഗ്രോത്ത് ഇപ്പൊ 4 വർഷം കൊണ്ട് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിച്ച് തെളിഞ്ഞ ഒരു മനുഷ്യ ഒരു ആളാണ് അല്ലേ. അതുകൊണ്ട് ഇനിയുള്ള വരാൻ പോകുന്ന വർഷങ്ങളാണെങ്കിലും ഇനി വരാൻ പോകുന്ന അവർക്കൊരു തൊഴിൽ അവസരങ്ങൾ കൊടുക്കണം. പിന്നെ ഇത് കൂടാതെ നമ്മൾ അവരുടെ കൂടെ തന്നെ നമ്മളും കൂടെ ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ സ്റ്റാഫ് ഇപ്പൊ ചെന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് തീർന്നില്ലെങ്കിൽ അവരുള്ള ഒരാളായിട്ട് ഞാനും നിന്ന് ചെയ്യാറുണ്ട്. അല്ല, അതാണ് അതേ ശ്യാമിന്റെ ഒരു ക്വാളിറ്റി. നമ്മള് അറിയാത്തൊരു വർക്കല്ല വീട് ക്ലീൻ ചെയ്യലും. അതെ, വീട്ടില് ക്ലീൻ ചെയ്യലും കാര്യങ്ങളും ഒക്കെ നമ്മളെ വീടാണെങ്കിലും നമ്മൾ പെർഫെക്റ്റ് ആക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ഓരോ വീട് ചെല്ലുമ്പോഴും നമ്മുടെ വീട് തന്നെയാ. അതെ, നമ്മളെ വീട് തന്നെയാ, വേറെ അതിനകത്ത് മാറ്റമൊന്നുമില്ല. ഇപ്പൊ നമ്മള് മലയാളികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളിയിലെ ഏത് ഭാഷ ഏത് നാഷണാലിറ്റി ആയിക്കോട്ടെ, പല രീതിയിലുള്ള ആൾക്കാരുണ്ട് അല്ലേ. എല്ലാം മോശം ആൾക്കാരെന്നല്ല പറയുന്നത്. ഈ ബിസിനസ്സിൽ അങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമുക്ക് നല്ലതും ഉണ്ടാവും ചീത്തയുണ്ടാവും അല്ലേ. ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു? അതായത് ഇപ്പം ചീത്ത അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കസ്റ്റമറോട് സംസാരിക്കുന്നത് പോലെ ഇരിക്കും അവർ തിരിച്ചിങ്ങോട്ടേക്ക് നമ്മളുടെ അടുത്ത് വരുന്ന മറുപടി. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് അങ്ങോട്ടേക്ക് സംസാരിച്ച് കഴിയുമ്പോൾ ഒരിക്കലും വേറൊരു രീതിയിലുള്ളൊരു ടോക്ക് കസ്റ്റമറുടെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വരില്ല. നമ്മൾ പോസിറ്റീവായിട്ട് അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ അവിടെ തീർന്നു. പിന്നെ ചില വീടുകളൊക്കെ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഇച്ചിരി ലേറ്റ് ആയാലോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സ് സംസാരിക്കാറുണ്ട്. അപ്പം നമ്മളൊരു ചിരിയിലൂടെ അതങ്ങ് അല്ല ഞാൻ പറഞ്ഞത് ഒതുക്കിക്കളയുന്നതല്ല, പക്ഷെ നമ്മളൊത്തിരി കസ്റ്റമറുടെ അടുത്ത് പോയിട്ട് അങ്ങോട്ട് കയറി ആർഗ്യൂ ചെയ്യാൻ ഞാൻ പോവാറില്ല. പക്ഷെ ശ്യാമ ചെയ്യുന്നതിനേക്കുള്ള ഒരു കസ്റ്റമർ എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്ന് ശ്യാമക്കറിയാം. അതെ അതെ അല്ലേ. അത് എത്ര എന്താ പറയാ, എത്ര ഹാർഡായിട്ടുള്ള മനുഷ്യനാണെങ്കിലും പുള്ളിയുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് ഡീൽ ചെയ്യാൻ അറിയാം. അതെ, ഇപ്പൊ ഒത്തിരി ടെൻഷനിലും പ്രഷറിലും ഇരിക്കുന്ന കസ്റ്റമറുടെ അടുത്ത് പോയിട്ട് നമ്മൾ അവരുടെ അടുത്ത് കൂടുതൽ അങ്ങോട്ട് കയറി സംസാരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരും നമ്മളും ഇറിറ്റേറ്റഡ് ആവും. ചിലപ്പോൾ അത് വാക്തർക്കത്തിലേക്ക് പോകും. അപ്പം അവർ പ്രഷറിലാണെങ്കിൽ അവർ പറയണത് നമ്മൾ കേൾക്കാനുള്ള മനസ്സ് കാണിക്കുക. അവർ പറഞ്ഞോട്ടെ, നമ്മളെ കമ്പനിയെ പറ്റിയായിരിക്കാം, ചിലപ്പോൾ എന്നെ പറ്റിയായിരിക്കാം, എന്തായിക്കോട്ടെ അവർ പറയട്ടെ. അതെല്ലാം കഴിയുമ്പോൾ നമുക്ക് പറയാൻ അവസരം കിട്ടും. അപ്പൊ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പതിയെ സംസാരിക്കാന്നല്ലാതെ. തീർച്ചയായിട്ടും അത് നമ്മളും അവരും കൂടി ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതെ അത് ബിസിനസിനെ ബാധിക്കും. നമ്മുടെ ബിസിനസിനെ ബാധിക്കും. നമ്മൾ എപ്പോഴും ഏത് കസ്റ്റമറോട് സംസാരിക്കുമ്പോഴും നമ്മളെ ബിസിനസ് മൈൻഡിൽ ഉണ്ടായിട്ട് മാത്രമേ സംസാരിക്കാവൂ. തീർച്ചയായിട്ടും ആ ഒരു മൈൻഡ് വെച്ചുകൊണ്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ആ കസ്റ്റമറുടെ അടുത്ത് പോയിട്ട് ഒത്തിരി ആർഗ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ ഒത്തിരി ഷൗട്ട് ചെയ്ത് സംസാരിക്കാനോ നമ്മൾ ഒരിക്കലും പോവില്ല. അതാണ് ശ്യാമക്ക് പറയാനുള്ളത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബിസിനസ്സിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇനി നമുക്ക് ഫാമിലിയിലേക്ക് കിടക്കാം. ആയിക്കോട്ടെ. ആരൊക്കെയുണ്ട് ഫാമിലി? ഹസ്ബൻഡ്, 2 കുട്ടികൾ. എത്രത്തോളമാണ്
ഫാമിലിയുടെ സപ്പോർട്ട്? നല്ല രീതിയിലുള്ള സപ്പോർട്ടുണ്ട്. പിള്ളേരായിക്കോട്ടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ എൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് കൂടെ നിൽക്കും. ഹസ്ബൻഡ് ഒരു പാർട്ണറും കൂടിയാണ്? ഹസ്ബൻഡ് ഇതിനകത്തൊരു പാർട്ണറും കൂടെയാണ്. മിസ്റ്റർ ഹൗസിംഗിൽ ഒരു പാർട്ണറും കൂടിയാണ്. അപ്പോൾ പിന്നെ ശരിക്കും പറഞ്ഞാൽ രണ്ട് കൈ കൊണ്ട് സ്വീകരിക്കുക, സപ്പോർട്ട് ചെയ്ത് നിർത്തും തീർച്ചയായിട്ടും. ഇപ്പം ഹസ്ബൻഡ് നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈ വർക്കിലൊക്കെ പോകുന്ന കാര്യങ്ങൾ അല്ലേ? അതെ. കസ്റ്റമർ വിസിറ്റ്, എഗ്രിമെന്റ് കാര്യങ്ങൾ, പേപ്പർ വർക്കുകൾ എന്തുണ്ടെങ്കിലും പുള്ളിയുടെ പാട്ടാണ്. അതൊക്കെ ആള് റെഡിയാക്കി. ഇപ്പൊ എഗ്രിമെന്റ് വെക്കേണ്ട കസ്റ്റമേഴ്സിന് നമ്മളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അയച്ചു കൊടുത്ത് അതിന്റെ ഡോക്യുമെന്റ്സ് എടുക്കല് എല്ലാം ആളുടെ ഡ്യൂട്ടിയാണ്. അതെല്ലാം ആള് ചെയ്തോളൂ. മക്കള് മോൻ +1 പഠിക്കുന്നത്, മോള് 9th പഠിക്കുന്നത്. മോള് ഭയങ്കര ഒരു സെലിബ്രിറ്റി ആയിരുന്നു അല്ലേ? ഇപ്പൊ ശരിക്കും പറഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് മോള് ഒരു സെലിബ്രിറ്റി ആയിരുന്നു അല്ലേ? അല്ല ശരിക്കും എല്ലാവർക്കും ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു തിളങ്ങിക്കുന്ന ഒരു താരമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അതെ അതെ അതെ. അത്യാവശ്യം നല്ല രീതിയിൽ അവള്, അമ്മയും മോശമൊന്നുമല്ല, അമ്മയും പ്രോഗ്രാംസിനൊക്കെ പോയി അമ്മയും ഒരു താരമായിട്ട് തന്നെ മാറി അല്ലേ? ചെറിയ രീതിയിലൊക്കെ ഒരു താരം. അങ്ങനെയല്ല, 1-2 പ്രോഗ്രാംസ് ഒക്കെ അറ്റൻഡ് ചെയ്ത്. എനിക്ക് കൊച്ചിലെ വലിയ ആഗ്രഹമായിരുന്നു ഒരു ആക്ടിങ് ഭയങ്കര ക്രേസ് ആയിട്ട് നടന്നിരുന്നു. പക്ഷെ ആ സമയത്ത് നമ്മളെ സാഹചര്യങ്ങളും സിറ്റുവേഷൻസും ഒന്നും സമ്മതിക്കില്ല. എൻ്റെ അച്ഛനൊക്കെ കാലിൽ 2 സ്റ്റെപ്പ് വെക്കണ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ബഹളം ഉണ്ടാക്കും. അല്ല പണ്ടത്തെ രീതിയിലല്ലല്ലോ ഇപ്പം. അതെ. പക്ഷെ അതൊക്കെ ഇപ്പൊ മാറി വന്നു. പണ്ടത്തെ ഇപ്പോൾ പാരൻസ് ആണെങ്കിൽ പോലും ഇപ്പൊ ഞങ്ങളുടെ പണ്ടത്തെ ആ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലൈഫൊക്കെ ഇപ്പൊ മാറി. ഇപ്പൊ അവര് ഇപ്പൊ പിള്ളേരെ പോലെ പിള്ളേരായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അവര്. അതുകൂടാതെ ഇപ്പം ന്യൂജൻ കാലഘട്ടമാണല്ലോ ഇപ്പം. അതെ തീർച്ചയായിട്ടും. ന്യൂജൻ കാലഘട്ടത്തില് ഇപ്പം എല്ലാം ഡിജിറ്റലൈസ്ഡ് ആണ് അല്ലേ? അതെ. ഇപ്പം ഈ ഒരു ബിസിനസ് അല്ല, ഏതൊരു ബിസിനസ്സും സ്റ്റാർട്ടപ്പ് ചെയ്യാനായിട്ട് അവർക്ക് കൊടുക്കേണ്ട നിർദ്ദേശം എന്താണ് ശരിക്കും പുതിയതായിട്ട് ഇപ്പോഴത്തെ ജനറേഷന്? അതിനെക്കുറിച്ച് നന്നായി സ്റ്റഡി ചെയ്യുക. എന്ത് ബിസിനസ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല, ആ ബിസിനസ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാവുക. കോൺഫിഡൻസ് ഉണ്ടാവണം ആദ്യം. പിന്നെ അതിനെക്കുറിച്ചിട്ട് നമുക്ക് അറിവുണ്ടായിരിക്കണം. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, നമുക്ക് അതുകൊണ്ട് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, എന്തൊക്കെ നമ്മൾ അതിനെ ഫേസ് ചെയ്യേണ്ടി വരും, അതെല്ലാം കുറിച്ച് നമ്മൾ തന്നെ നമ്മൾക്ക് ഒരു അവയർനെസ് നമുക്ക് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിന് ആൻസർ കിട്ടും. അപ്പോൾ ഡ്രീം മീഡിയ പ്രേക്ഷകരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഒത്തിരി ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഇവിടെ നാട്ടിലുണ്ട്, അബ്രോഡായിട്ട് ഒത്തിരി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ തേടി പിടിച്ച് ഇവരെടുക്കുന്ന ഈ എഫേർട്ട് ഉണ്ടല്ലോ, ഒത്തിരി വലിയൊരു എഫേർട്ടാണ്. കാരണം ബിസിനസ് ചെയ്യുന്നവരെ അവരുടെ സമയവും അവരുടെ ടൈമും ഒക്കെ നോക്കി അവരെ തേടി പിടിച്ച് അവരുടെ അടുത്ത് വന്ന് ഇച്ചിരി നേരം അവരുടെ വിഷമങ്ങളും സന്തോഷങ്ങളും അവരെ ഭാവിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അത് കാണാനും അതുപോലെ തന്നെ അത് ആസ്വദിക്കാനും ഉള്ള ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാവണം. ഇങ്ങനത്തെ ഈ വർക്കുകൾ ചെയ്യുന്നത് പറഞ്ഞാൽ ഒത്തിരി എഫേർട്ട് എടുത്തിട്ടാണ് ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരിക്കുക. അപ്പോൾ അവരുടെ സന്തോഷങ്ങളും അവരുടെ ആ എഫേർട്ടൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പുതിയ തലമുറയ്ക്ക്, അതായത് പുതിയ ബിസിനസ്സിലേക്ക് പോകുന്നവർക്ക് നല്ലൊരു പാഠം നിങ്ങൾക്ക് ഈ മീഡിയയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. ഞാൻ അമ്മ ഒരുപാട് സപ്പോർട്ട് ചെയ്യും. കാരണം അമ്മ നന്നായി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിട്ട് അറിയാം. അതാണ് ഞാൻ അമ്മയെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അമ്മയ്ക്ക് ആദ്യമൊരു ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ജോലി കഴിഞ്ഞതിന് ശേഷം അമ്മ വീട്ടിൽ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങിയപ്പോൾ ഞാനും ചേട്ടനും പപ്പയും അമ്മമ്മയും അപ്പച്ചനും എല്ലാവരും അമ്മേനെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഉയർച്ചയ്ക്കൊക്കെ, ഞങ്ങളുടെ ഉയർച്ചയ്ക്കൊക്കെ കാരണം എൻ്റെ അമ്മ തന്നെയാണ്. അപ്പോൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ശേഷം അമ്മയ്ക്ക് എപ്പോഴും ഈ രാത്രിയൊക്കെ ആകുമ്പോൾ അമ്മ ഫുൾ കോളിലായിരിക്കും. ഈ പുതിയ അമ്മ ഈ ജോലിക്ക് ഭയങ്കര ഡെഡിക്കേറ്റഡ്, ഞങ്ങൾക്ക് നല്ല ഉറപ്പാണ്. അതാണ് ഫാമിലി മുഴുവൻ അമ്മയ്ക്ക് സപ്പോർട്ട് ഉണ്ട്. ഞങ്ങളുടെ കൂടെ എപ്പോഴും പ്രാർത്ഥനയുടെ കൂടെ അമ്മയുടെ ബിസിനസ് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്.